നമോ ഭഗവതേ വാസുദേവായ. ദശകം 4 അഷ്ടാംഗയോഗവും സിദ്ധിയും. വൃത്തം രഥോദ്ധത. ശ്ലോകം 1. കല്യതാ മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഒരിക്കൽ കൂടി. കല്യതാ മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഹേ വരദ, വരം നൽകുന്ന ശ്രീ ഗുരുവായൂരപ്പ, യയാ എത്രത്തോളം, ഭവത് ഉപാസനം കല്യതേ അങ്ങയുടെ ഉപാസനം ചെയ്യപ്പെടുന്നുവോ, താവതീം അത്രത്തോളം, കല്യതാം ആരോഗ്യത്തെ അല്ലെങ്കിൽ കഴിവിനെ, മമ കുരുഷോ എനിക്ക് ഉണ്ടാക്കി തരണമേ, ആശു വേഗത്തിൽ, പുഷ്ടയ പരിപൂർണമായ, അഷ്ടവിധ യോഗചര്യയ അഷ്ടാംഗ യോഗാനുഷ്ഠാനം കൊണ്ട്, തവ തുഷ്ടിം അവിടുത്തെ പ്രസാദം, സ്പഷ്ടം ആപ്നുയാം നിശ്ചയമായും ഞാൻ പ്രാപിക്കുമാറാകട്ടെ. ശ്ലോകാർത്ഥം നോക്കാം. ഹേ സർവാഭിഷ്ടവരദനായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയെ വേണ്ടത്ര ഉപാസിക്കുന്നതിനുള്ള ആരോഗ്യം എന്നും എനിക്ക് ഉണ്ടാക്കി തരണമേ. ഉടനെ തന്നെ പരിപൂർണമായ അഷ്ടാംഗ യോഗാനുഷ്ഠാനത്താൽ അങ്ങയുടെ പ്രസാദം സന്തുഷ്ടി ഞാൻ പ്രാപിക്കുമാറാകട്ടെ. യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് അഷ്ടാംഗ യോഗങ്ങൾ. നിയതമായ യോഗാഭ്യാസം കൊണ്ട് ചിത്തവൃത്തി നിരോധം വരുത്തി ഞാൻ അങ്ങയെ ഉപാസിച്ചു കൊള്ളാം. അതിന് എനിക്ക് പ്രാപ്തി നൽകണമേ എന്നാണ് പ്രാർത്ഥന. കഴിഞ്ഞ ദശകം മുതൽ രോഗപീഠ മാറ്റിത്തരുവാൻ ഭഗവാനുള്ള യാചനയായിരുന്നു. ഈ ദശകത്തിൽ ആദ്യമേ തന്നെ രോഗവിമുക്തിക്കുള്ള വരത്തിന് അപേക്ഷിക്കുന്നു. അതിന് ഞാൻ ഭഗവാനെ നിരന്തരം സേവിച്ചു കൊള്ളാം എന്ന വാഗ്ദാനവും നൽകുന്നു. നമുക്കും ഭഗവത് സേവാ രസപരത്തിന് യത്നിക്കാം. ഭഗവാൻ കൈവിടുകയില്ല, നിശ്ചയം തന്നെ. ദശകം 4 ശ്ലോകം 2. ബ്രഹ്മചര്യദൃഢദാദിഭിർയമൈകീ ആപ്ലവാദിനിയമൈശ്ച പാവിതാഃ കുർമകേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാ ഭവത്പരാഃ. ഒരിക്കൽ കൂടി. ബ്രഹ്മചര്യദൃഢദാദിഭിർയമൈകീ ആപ്ലവാദിനിയമൈശ്ച പാവിതാഃ കുർമകേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാ ഭവത്പരാഃ. അന്വയം നോക്കാം. അമി ഈ ഞങ്ങൾ, ഭവത്പര അങ്ങയെ ആശ്രയിച്ചവരായി, ബ്രഹ്മചര്യ ദൃഢതാദിഭി യമൈഹി ഉറച്ച ബ്രഹ്മചര്യം ആദി യമങ്ങളാലും, ആപ്ലവാദി നിയമൈശ്ച സ്നാനം ആദി നിയമങ്ങളാലും, പാവിത പരിശുദ്ധമായി തീർന്ന്, പങ്കജാദ്യം അഭിവാ പത്മാസനം തുടങ്ങിയ ഏതെങ്കിലും, സുഖാസനം സുഖമായ ആസനം, ദൃഢം കുർമഹേ നിശ്ചയമായും അഭ്യസിച്ച് ചെയ്തുകൊള്ളാം. ശ്ലോകാർത്ഥം നോക്കാം. ഈ ഞങ്ങൾ അങ്ങയെ
ആശ്രയിച്ചവരായി ഉറച്ച ബ്രഹ്മചര്യം ആദി യമങ്ങളാലും സ്നാനം ആദി നിയമങ്ങളാലും പരിശുദ്ധരായി തീർന്ന് പത്മാസനം തുടങ്ങി ഏതെങ്കിലും സുഖമായ ആസനം അഭ്യസനം ചെയ്ത് കഴിച്ചു കൂട്ടിക്കൊള്ളാം. ആദ്യ പദ്യത്തിൽ സൂചിപ്പിച്ച അഷ്ടാംഗയോഗത്തിലെ ആദ്യത്തെ 3 അംഗങ്ങളായ യമനിയമ ആസനങ്ങളാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ദശകം 4 ശ്ലോകം 3. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യാസ്മകേ ഭവതുപാസനോന്മുഖാഃ. ഒരിക്കൽ കൂടി. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യാസ്മകേ ഭവതുപാസനോന്മുഖാഃ. അന്വയം നോക്കാം. താരം ഓങ്കാരത്തെ, അന്തസതതം അനുചിത്യ ഞങ്ങൾ ഉള്ളിൽ സതതമായി അനുചിന്തനം ചെയ്തിട്ട്, പ്രാണവായുവിനെ അഭിയമ്യ നിയന്ത്രിച്ച്, നിർമ്മലരായി തീർന്ന്, അത പിന്നെ, ഇന്ദ്രിയാണി വിഷയാത് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന്, അപഹരിച്ച് അല്ലെങ്കിൽ പിൻവലിച്ച്, ഭവത് ഉപാസനോന്മുഖ അങ്ങയെ ഉപാസിക്കുന്നതിൽ മാത്രം ഉന്മുഖരായി, അസ്മഹേ ഞങ്ങൾ ഇരുന്നുകൊള്ളാം. ശ്ലോകാർത്ഥം. ഓങ്കാരത്തെ, അതായത് പ്രണവത്തെ ഉള്ളിൽ എപ്പോഴും അനുചിന്തനം ചെയ്ത് പ്രാണവായുവിനെ നിയന്ത്രിച്ച് നിർമ്മലരായി തീർന്ന്, പിന്നെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് അങ്ങയെ ഉപാസിക്കുന്നതിൽ മാത്രം ഉന്മുഖരായി ഞങ്ങൾ കഴിച്ചു കൂട്ടിക്കൊള്ളാം. ഇവിടെ ഓങ്കാരം കൊണ്ടും പ്രാണായാമം കൊണ്ടും പ്രത്യാഹാരം കൊണ്ടും അങ്ങയിൽ ഉപാസനോന്മുഖരായി ഇരുന്നു കൊള്ളാം എന്നാണ് വിവക്ഷ. ശ്ലോകം 4. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണം മുകുർമുകു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വകേമ ഭവദംഗ്രിചിന്തകാഃ. ഒരിക്കൽ കൂടി. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണം മുകുർമുകു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വകേമ ഭവദംഗ്രിചിന്തകാഃ. അന്വയം നോക്കാം. ഥേ അസ്ഫുടേ വപുഷി അങ്ങയുടെ അസ്ഫുടമായ വപുസിൽ, പ്രയത്നത അഭ്യാസപൂർവം, മുഹുമുഹു വീണ്ടും വീണ്ടും, ദിഷണം ധാരയേമ ബുദ്ധിയെ ധരിപ്പിച്ചുകൊള്ളാം, തേന അതിനാൽ, ഭവത് അംഘ്രിചിന്തക അങ്ങയുടെ പാദചിന്തകരായി ഞങ്ങൾ, ഭക്തിരസം ഭക്ത്യാനന്ദത്തെയും ആർദ്രതാം ഹൃദയാർദ്രയെയും ഉദ്വഹേമ പ്രാപിച്ചുകൊള്ളാം. ശ്ലോകാർത്ഥം. അങ്ങയുടെ അവ്യക്തമായ മൂർത്തിരൂപത്തിൽ വീണ്ടും വീണ്ടും ബുദ്ധിയെ വ്യാപരിപ്പിച്ച് അങ്ങയുടെ പാദങ്ങളെ ധ്യാനിക്കുന്നവരായി ഞങ്ങൾ ഭക്ത്യാനന്ദരസത്തെയും ചിത്രാദ്രതയും പ്രാപിച്ചുകൊള്ളാം. ഇവിടെ ധാരണ എന്ന യോഗാംഗം അഭ്യസിച്ചുകൊള്ളാം എന്ന് കവി ഭഗവാനെ ഉണർത്തിക്കുന്നു. ശ്ലോകം 5. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുസ്സുചിരശീലനാവശാദ് അശ്രമം മനസി ചിന്തയാമഹേ
ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. ഒരിക്കൽ കൂടി. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുസ്സു ചിരശീലനാവശാദ് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. അന്വയം നോക്കാം. ത്വദ് ആശ്രയ, അവിടത്തെ ശരണം പ്രാപിച്ച ഞങ്ങൾ. ധ്യാനയോഗ നിരതയ, ധ്യാനയോഗത്തിൽ നിരതരായി. വിസ്ഫുടാവയവ ഭേദസുന്ദര, സ്പഷ്ടമായി തീർന്ന അവയവഭേദങ്ങളാൽ സുന്ദരമായ. ത്വദ്വഭു, അങ്ങയുടെ രൂപം. സുചിരശീലന വശദ്, സുദീർഘകാല ധാരണാഭ്യാസത്താൽ. അശ്രമം മനസ്സി, ക്ലേശം കൂടാതെ മനസ്സിൽ. ചിന്തയാമഹേ, ഭാവന ചെയ്തുകൊള്ളാം. ശ്ലോകാർത്ഥം നോക്കാം. അവിടുത്തെ ശരണം പ്രാപിച്ച ഞങ്ങൾ ധ്യാനയോഗത്തിൽ നിരതരായി. സ്പഷ്ടമായ അവയവഭേദങ്ങളാൽ സുന്ദരമായ അങ്ങയുടെ രൂപം സുദീർഘകാല ധാരണാഭ്യാസത്താൽ മനസ്സിൽ ക്ലേശം കൂടാതെ ഭാവന ചെയ്തുകൊള്ളാം. ഇവിടെ ഭഗവത് വിഗ്രഹമാകുന്ന സ്ഥൂല രൂപത്തിലുള്ള ധാരണയെക്കുറിച്ചാണ് പ്രതിപാദ്യം. അഷ്ടാംഗയോഗത്തിലെ ധ്യാനം എന്ന അംഗമാണിത്. ശ്ലോകം 6. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാകൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവഭാസതേ. ഒരിക്കൽ കൂടി. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാകൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവഭാസതേ. അന്വയം നോക്കാം. ഐ ഭഗവൻ, ഹേ ഭഗവാനെ, ഈദൃശീം സകല മൂർത്തിം ധ്യായത, ഇപ്രകാരമുള്ള സകല കലകളോടുകൂടിയ സർവാവയവ രൂപത്തെ ധ്യായതാം, ധ്യാനിക്കുന്നവരും. ഉന്മിഷൻ മധുരത ഹൃദാത്മനാം, ഉന്മിഷത്തായ മാധുര്യത്താൽ ഹൃദാക്കളുമായ യോഗികൾക്ക്. തേ, അങ്ങയുടെ. സാന്ദ്രമോദരസരൂപം ഘനാനന്ദസ്വരൂപം. അന്തരം തേ, മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്ന. തേ രൂപം ബ്രഹ്മ അവഭാസതേ, അങ്ങയുടെ രൂപം ബ്രഹ്മരൂപമായി പ്രകാശിക്കുന്നു. ശ്ലോകാർത്ഥം. ഹേ ഭഗവൻ, അങ്ങയുടെ ഇത്തരത്തിലുള്ള കലകളോടുകൂടിയ രൂപത്തെ ധ്യാനിക്കുന്നവരും ഉന്മിഷത്തായ മാധുര്യത്താൽ ആത്മാക്കളുമായ യോഗികൾക്ക് അങ്ങയുടെ സാന്ദ്രാനന്ദാത്മകമായ പരബ്രഹ്മരൂപം ഉള്ളിൽ പ്രകാശിക്കുന്നു. സകലമായ ഭഗവത് സ്വരൂപത്തിന് മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ ആ പരമാനന്ദത്തിൽ നിമഗ്നരായിരിക്കുമ്പോൾ സ്ഥൂലരൂപം ക്രമമായി മറന്ന് സാന്ദ്രാനന്ദാവബോധം തനിയെ ഉള്ളിൽ പ്രകാശിക്കും. ഇത് നിർവികൽപ്പ സമാധി, സച്ചിദാനന്ദഭാവമായ അദ്വൈത ജ്ഞാനം. ശ്ലോകം 7. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരദ പരിച്യുതൗ ആരഭേമഹിജധാരണാധികം. ഒരിക്കൽ കൂടി. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരദ പരിച്യുതൗ ആരഭേമഹിജധാരണാധികം. ശ്ലോകാർത്ഥം നോക്കാം. ഐ വിശ്വനായക, ഹേ വിശ്വനായക,
സമാസ്വാദരൂപിണീം ബ്രഹ്മാനുഭവത്തിൻ്റെ ആസ്പദരൂപമായ സ്ഥിതിം തത്സമാധിം അവിടുത്തെ നിർവികൽപ്പ സമാധി എന്ന സ്ഥിതിയെ ആശ്രിത പ്രാപിച്ചവരായിട്ട് അതിൽ നിന്ന് പിന്നെ പരിച്യുതൗ ച്യുതി സംഭവിക്കുമ്പോൾ പുനഃ വീണ്ടും ആരഭേമഹി ആരംഭിച്ചു കൊള്ളാം. ശ്ലോകാർത്ഥം: വിശ്വനായകനായ ഹേ ഗുരുവായൂരപ്പ, ബ്രഹ്മാനന്ദത്തിൽ ആസ്വാദന രൂപമായതും അങ്ങയിൽ സ്ഥിതമായതുമായ നിർവികൽപ്പ സമാധിയിൽ നിന്ന് പരിച്യുതരാകുമ്പോൾ ഞങ്ങൾ ധാരണാദി അഭ്യസനങ്ങൾ വീണ്ടും ആരംഭിച്ചു കൊള്ളാം. ഏറ്റവും ഉന്നതമായ ആധ്യാത്മിക പദവിയാണ് നിർവികൽപ്പ സമാധി. ആ സമാധി അവസ്ഥയിലോ ഇടയ്ക്കോ പരാജയപ്പെട്ടാൽ ശ്രമം പുനരാരംഭിക്കുക തന്നെ ചെയ്യും. ശ്ലോകം 8. ഇത്തമഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗദാഃ സഞ്ചരേമ ശുഗനാരദാദിവത്. ഒരിക്കൽ കൂടി. ഇത്തമഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗദാഃ സഞ്ചരേമ ശുഗനാരദാദിവത്. അന്വയം നോക്കാം. ഇത്തം ഇങ്ങനെ, അഭ്യസന നിർഭര നിത്യമായ അഭ്യസത്താൽ നിർഭരവും, ഉല്ലസത് ഉല്ലസത്വമായ, തത് അങ്ങയുടെ, പരമാത്മസുഖ പരമാത്മാനുഭാവ സുഖം കൊണ്ട്, കൽപ്പിതോത്സവ കൽപ്പിതമായ ഉത്സവത്തോടു കൂടിയവരായി ഞങ്ങൾ, മുക്തഭക്തകുല മൗലിതാംഗത മുക്തരായ ഭക്തരുടെ കുലത്തിൽ ശ്രേഷ്ഠരായി തീർന്ന്, ശുഗ നാരദാദിവത് ശ്രീശുഖൻ, നാരദർഷി എന്നിവരെ പോലെ, സഞ്ചരേമ സഞ്ചരിച്ച് രമിക്കുമാറാകട്ടെ. ശ്ലോകാർത്ഥം: ഇങ്ങനെ നിത്യ അഭ്യാസത്താൽ അങ്ങയുടെ പൂർണ്ണവും ഉല്ലസത്വമായ പരബ്രഹ്മാനന്ദാനുഭവ സുഖം കൊണ്ട് കൽപ്പിതമായ ഉത്സവത്തോടു കൂടിയവരായ ഞങ്ങൾ, മുക്തരായ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠരായ ശ്രീ ശുഗർഷി, നാരദർഷി എന്നിവരെ പോലെ സഞ്ചരിക്കുമാറാകട്ടെ. ശ്ലോകം 9. ത്വത്സമാധി വിജയേതു യഃ പുനഃ മക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈഃ ഉന്നയത്യജസുഷുമ്നയാശനൈഃ. ഒരിക്കൽ കൂടി. ത്വത്സമാധി വിജയേതു യഃ പുനഃ മക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈഃ ഉന്നയത്യജസുഷുമ്നയാശനൈഃ. അന്വയം നോക്കാം. ഹേ അജ, ജനനമില്ലാത്ത ഹേ ഭഗവൻ, ത്വത്സമാധി വിജയേതു അങ്ങയിലുള്ള നിർവികൽപ്പ സമാധിയെ ജയിച്ചു കഴിഞ്ഞാൽ, യ പുനഃ ഏതൊരാൾ പിന്നെ, മക്ഷു ഉടനെ തന്നെയോ, ക്രമേണവാ ക്രമമായോ, മോക്ഷരസിക മോക്ഷം നേടാൻ തൽപരനായി, യോഗവശ്യമനിലം യോഗത്താൽ വശത്താക്കിയ വായുവിനെ, ഷഡാശ്രയൈ 6 സ്ഥാനങ്ങളുള്ള സുഷുമ്നയ സുഷുമ്നാനാഡിയിലൂടെ, ഉന്നയതി ശനൈഹി പതുക്കെ മുകളിലേക്ക് ഉയർത്തുന്നു. ശ്ലോകാർത്ഥം: നിത്യനായ ഹേ ഭഗവൻ, അങ്ങയിലെ
നിർവികൽപ്പ സമാധി നേടിക്കഴിയുന്നവർ പിന്നെ ഉടൻ തന്നെയോ ക്രമമായോ മോക്ഷതൽപരനായി പ്രാണയമാദികൾ കൊണ്ട് കീഴടക്കിയ പ്രാണവായുവിനെ ഷഡാധാരങ്ങളോട് കൂടിയ സുഷുമ്നയിലൂടെ സാവധാനത്തിൽ മേലോട്ട് ഉയർത്തുന്നു. മൂലാധാരം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ബ്രഹ്മരന്ധ്രം എന്നിവയാണ് ആ ഷഡാധാരങ്ങൾ. ശിവപഞ്ചാക്ഷര കീർത്തനത്തിൽ എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഈ ശ്ലോകം നമുക്കൊക്കെ വളരെ പരിചയമുള്ളതാണ്. ഈ ഷഡാധാരങ്ങളെ പടികളായി സൂചിപ്പിച്ചിരിക്കുന്നു. ഈ 6 പടികൾ കടന്നാലാണ് നമുക്ക് മോക്ഷം ലഭിക്കുക. ശ്ലോകം 10. ലിംഗദേഹമഭിസന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോകകുതുകീതുമൂർധതഃ സാർദ്ധമേവ കരണൈർനിരീയത്തെ. ഒരിക്കൽ കൂടി. ലിംഗദേഹമഭിസന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോകകുതുകീതുമൂർധതഃ സാർദ്ധമേവ കരണൈർനിരീയത്തെ. അന്വയം നോക്കാം. അധോ അനന്തരം. പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തി. നിരാഗ്രഹ, ബ്രഹ്മലോകാദി സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്ത യോഗി. ലിംഗദേഹം അഭിസന്ധ്യജൻ, ലിംഗശരീരത്തെയും ഉപേക്ഷിക്കുന്നവനായി. പരേത്വയി, പരബ്രഹ്മസ്വരൂപമായ അങ്ങയിൽ. ലീയതേ, ലയിക്കുന്നു. ഊർധ്വലോക കുതുകീതു, ബ്രഹ്മാദി ലോകങ്ങൾ കൊതിക്കുന്ന യോഗിയാകട്ടെ. മൂർധത, മൂർധാവിൽ നിന്നും. കരണേ, സാർദ്ധം, സൂക്ഷ്മശരീരത്തോടുകൂടി. ഏവ നിരീയതേ, തന്നെ നിർഗമിക്കുന്നു. ശ്ലോകാർത്ഥം. അനന്തരം ബ്രഹ്മലോകാദി സുഖങ്ങളിൽ ആഗ്രഹം ഇല്ലാത്ത യോഗി പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം അവിടെ തന്നെ നിർത്തി ലിംഗശരീരത്തെയും ഉപേക്ഷിച്ച് പരബ്രഹ്മസ്വരൂപമായ അങ്ങയിൽ ലയിക്കുന്നു. ബ്രഹ്മാദി ലോകാദികൾ കൊതിക്കുന്ന യോഗിയാകട്ടെ ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മശരീരനായി തന്നെ നിർഗമിക്കുന്നു. കുണ്ടലിനി യോഗം നേടിയ യോഗിക്ക് സദ്യമുക്തിയോ ക്രമമുക്തിയോ സ്വയം തിരഞ്ഞെടുക്കാം. അഗ്നിവാസരവളക്ഷപക്ഷഗൈഃ ഉത്തരായണജുഷാച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ഒരിക്കൽ കൂടി. അഗ്നിവാസരവളക്ഷപക്ഷഗൈഃ ഉത്തരായണജുഷാച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അന്വയം നോക്കാം. ഭവത്പര, അങ്ങയിൽ മാത്രം തൽപരനായ യോഗി. അഗ്നിവാസര വളർഷപക്ഷകൈ, അഗ്നി, ദിവസം, ശുക്ലപക്ഷം എന്നിവ അടിസ്ഥാനമായുള്ളതും. ഉത്തരായണ ജുഷാച, ഉത്തരകാലാദിഷ്ടങ്ങളുമായ ദൈവിതൈ, ദേവതകളാൽ. രവിപദം പ്രാപിത, സൂര്യലോകം പ്രാപിക്കപ്പെട്ടവരായി. മോദവാൻ, ദിവ്യാനന്ദം അനുഭവിക്കുന്നവരായിട്ട്.
ധ്രുവപദാന്തം ഈയതേ, ധ്രുവലോക പര്യന്തം എത്തിച്ചേരുന്നു. ശ്ലോകാർത്ഥം: അങ്ങയിൽ മാത്രം തൽപരനായ യോഗി സൂക്ഷ്മ ശരീരനായി അഗ്നി, ദിവസം, ശുക്ലപക്ഷം, ഉത്തരായണം എന്നിവയിൽ അധിഷ്ഠിതമായ ദേവതകളാൽ സൂര്യപദത്തിൽ എത്തിച്ചേർന്ന് ദിവ്യാനന്ദം അനുഭവിച്ച് ധ്രുവപദത്തിൻ്റെ അതിരുവരെ എത്തിച്ചേരുന്നു. ശ്ലോകം 12. ആസ്തിദോതമകരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസപദമദപുരൈവ വാ. ഒരിക്കൽ കൂടി. ആസ്തിദോതമകരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസപദമദപുരൈവ വാ. അന്വയം നോക്കാം. അധ പിന്നെ മഹർ ആലയെ ആസ്ഥിത, ധ്രുവപദ പ്രാപ്തിക്കു ശേഷം മഹർ ലോകത്തിൽ സുഖമായി വസിക്കുന്നവനായി. യഥാ എപ്പോൾ, ശേഷവക്ത്ര ദഹനോഷ്മണ, ശേഷൻ്റെ വക്രത്തിൽ നിന്ന് ഉയരുന്ന അഗ്നിയുടെ ഊഷ്മാവിനാൽ, ആദ്യതേ പീഡിപ്പിക്കപ്പെടുന്നുവോ, തഥാ അപ്പോൾ, ഭവത് ഉപാശ്രയ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ച്, വാ അത പുരാ ഏവ അഥവാ ശേഷവദനാഗ്നിക്ക് മുമ്പ് തന്നെയോ, വേദസപദ ഈയതേ ബ്രഹ്മലോകം പ്രാപിക്കുന്നു. ശ്ലോകാർത്ഥം: പിന്നെ മഹർലോകത്തെത്തുന്ന യോഗി ആദിശേഷൻ്റെ വക്രത്തിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയുടെ ഊഷ്മാവിനാൽ മഹർലോകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോഴോ അതിനു മുമ്പ് തന്നെയോ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ശ്ലോകം 13. തത്ര വാതവ പദേധവാവസൻ പ്രാകൃതപ്രളയേതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിവിദ്യ ജഗദണ്ഡമോജസാ. ഒരിക്കൽ കൂടി. തത്ര വാതവ പദേധവാവസൻ പ്രാകൃതപ്രളയേതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിവിദ്യ ജഗദണ്ഡമോജസാ. അന്വയം: തത്ര വാ പിന്നെ അവിടെ ആ ബ്രഹ്മലോകത്തിലോ, അഥവാ തവ പദേ വസൻ അല്ലെങ്കിൽ അവിടത്തെ പദത്തിലോ വൈകുണ്ഠത്തിലോ വസിക്കുന്നവനായിട്ട്, പ്രാകൃത പ്രളയെ ബ്രഹ്മപ്രളയത്തിൽ മുക്തതാം ഏതി മോക്ഷം പ്രാപിക്കുന്നു. പുര അഭി ചിലപ്പോൾ ബ്രഹ്മപ്രളയത്തിനു മുമ്പ് തന്നെ സ്വേച്ഛയാ സ്വന്തം ഇച്ഛയാൽ, ഓജസ ഓജസ്സുകൊണ്ട് അല്ലെങ്കിൽ യോഗബലം കൊണ്ട്, ജഗദണ്ഡം ബ്രഹ്മാണ്ഡം, സംവിഭിദ്യ വിമുച്യതേ പിളർന്നിട്ട് മോക്ഷം പ്രാപിക്കുന്നു. ശ്ലോകാർത്ഥം: ബ്രഹ്മലോകത്തിലോ വൈകുണ്ഠത്തിലോ വസിക്കുന്ന യോഗി പ്രാകൃത പ്രളയം അല്ലെങ്കിൽ ബ്രഹ്മപ്രളയം ഉണ്ടാകുമ്പോൾ മുക്തനാകുന്നു. യോഗിക്ക് മറ്റൊരു തരത്തിലാണ് ഇച്ഛയെങ്കിൽ സ്വന്തം ഓജസ്സുകൊണ്ട് ബ്രഹ്മാണ്ഡത്തെ ഭേദിച്ച് മുക്തനായി തീരാം. ശ്ലോകം 14. തസ്യ ജക്ഷിതി പയോമകോനില ദ്യോമക പ്രകൃതി സപ്തകാവൃതിഃ തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദമനാവൃതം വിഭോ. ഒരിക്കൽ കൂടി. തസ്യ ജക്ഷിതി പയോമകോനില ദ്യോമക പ്രകൃതി സപ്തകാവൃതിഃ തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദമനാവൃതം വിഭോ. അന്വയം: വിഭോ സർവശക്തനായ
ഭഗവൻ. തസ്യജ ആ ബ്രഹ്മാണ്ടത്തിൻ്റെയാകട്ടെ ക്ഷിതി പൃഥ്വി അല്ലെങ്കിൽ ഭൂമി, പയസ് ജലം, മഹസ് തേജസ് അഥവാ അഗ്നി, അനില വായു, ദ്യോ ആകാശം, മഹത് മഹത്തത്വം, പ്രകൃതി മായ എന്നിവയുടെ സപ്തകാവൃതി 7 ആവരണങ്ങളെ തത്തത് ആത്മകഥയ അതതുകളുടെ ആത്മകഥ കൊണ്ട് സൂക്ഷ്മരൂപമായി വിശൻ പ്രവേശിച്ച് സുഖി സുഖം അനുഭവിക്കുന്നതിനായി അനാവൃതം തേ പദം ആവരണമില്ലാത്ത അങ്ങയുടെ പദം അല്ലെങ്കിൽ സ്ഥാനം യാതി പ്രാപിക്കുന്നു. ശ്ലോകാർത്ഥം. ഹേ പരിപൂർണ സ്വരൂപ, യോഗി ബ്രഹ്മാണ്ടത്തിൻ്റെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മഹത്തത്വം പിന്നെ മായ എന്നീ 7 ആവരണങ്ങളിൽ അതതിൻ്റെ സൂക്ഷ്മരൂപമായി പ്രവേശിച്ച് സുഖമായി പരമാനന്ദത്തോടെ അനാവൃതമായ ആവരണരഹിതമായ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. ശ്ലോകം 15. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. ഒരിക്കൽ കൂടി. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അന്വയം നോക്കാം. ഹേ ജഗൽപദേ, ജഗൽപതിയായ ഹേ ഭഗവൻ, ഈ ദൃശ്യം ഇപ്രകാരമുള്ള അർച്ചിരാദിഗതിം അർച്ചിരാദി തുടങ്ങിയ ഗതിയെ വ്രജൻ പ്രാപിക്കുന്ന ജീവാത്മാവ് വിച്യുതിം വീഴ്ചയെ ന ഭജതേ പ്രാപിക്കുന്നില്ല. ഹേ സച്ചിദാത്മക, ഹേ സച്ചിദാനന്ദ സ്വരൂപ, അനിലേശ വായുപുരേശ, ഭവദ്ഗുണോദയാൻ അങ്ങയുടെ ഗുണോദയങ്ങളെ ഉച്ചരന്തം ഉച്ചരിക്കുന്ന പാഹിമാം എന്നെ രക്ഷിക്കണേ. ശ്ലോകാർത്ഥം. ജഗത്പതിയായ ഹേ ഗുരുവായൂരപ്പ, ഇപ്രകാരം അർച്ചിരാദി തുടങ്ങിയ ഗതിയെ പ്രാപിക്കുന്ന ജീവാത്മാവ് അധപ്പതിക്കുന്നില്ല. സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഗുണോദയങ്ങളെ ഉച്ചരിക്കുന്ന എന്നെ രക്ഷിക്കണമേ. അഷ്ടാംഗയോഗത്തിലെ വിശേഷതയ്ക്കൊപ്പം ഭഗവാന്റെ ഗുണകഥകളെ കീർത്തിച്ച് ഉച്ചരിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെ വെളിവാക്കുന്നു. കർമ്മജ്ഞാന മാർഗത്തേക്കാൾ ഭക്തിയോഗത്തിനുള്ള പ്രാധാന്യം ഒന്നുകൂടെ വ്യക്തമാക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.